നമ്മളെ വീട്ടിൽ ഒരു ഫോണുണ്ട്, നമ്മളെ കയ്യിലൊരു ഫോണുണ്ട്, നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയാന്ന്. അപ്പം വീട്ടിലെ ഫോണിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും? അതിന് വീട്ടിൽ പോയിട്ട് തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എന്നാൽ നമ്മളെ ഫോണിലിരുന്നുകൊണ്ട് വീട്ടിലെ ഫോണ് നിയന്ത്രിക്കുകയും ചെയ്യുക, അതിലുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ അറിയുക, കോള് കട്ട് ചെയ്യുക, ഒരുപാട് സംഗതികൾ. അതായത് ഒരു ഫോണിലെ സ്ക്രീനിൽ എന്തൊക്കെ വരുന്നോ അതൊക്കെ മറ്റൊരു ഫോണിൽ അറിയാനുള്ള ഒരു വഴി. കുട്ടികളെ കയ്യിലൊക്കെ ഫോൺ കൊടുക്കുന്നേരം പേരൻസിന് നിയന്ത്രിക്കാനൊക്കെ ഉള്ള നല്ലൊരു ഉദ്ദേശത്തിന് ഉണ്ടാക്കിയൊരു സംഭവമാണ്. മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വാണി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഷെയറിങ് ചെയ്യുന്നത് നോക്കുക. 2 ഫോണിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. മറ്റേ ഫോൺ ആരെ കയ്യിലാണോ അവരെ സഹായം അല്ലാണ്ട് അവരും കൂടി അറിയാണ്ട് ഇത് ചെയ്യാനാകുകയില്ല. അതുകൊണ്ട് അധികം മിസ്യൂസ് ചെയ്യാനൊന്നും ആകുകയില്ല. നമുക്ക് ഈ വാണി മീറ്റിംഗ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഫോണിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്ക് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫോണിലും അത് ഇൻസ്റ്റാൾ ചെയ്തേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നേരം പെർമിഷൻ കൊടുക്കും ചോദിക്കുക, അത് കൊടുക്കുക. പിന്നെ കാണുന്ന സ്ക്രീനിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുക, ഷെയർ സ്ക്രീന്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഷെയർ സ്ക്രീന് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ആഡ് വരും. ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ്. ആ വീഡിയോ നമുക്കൊന്ന് കാണണം. അത് മുഴുവനായിട്ട് കണ്ടാലാണ് നമുക്ക് ഇത് ഷെയർ ചെയ്യാനാവും. ആ പരസ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ക്രീനാണ് വരിക. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷെയർ ലിങ്ക് എന്നുള്ള ഈ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ ലിങ്ക് വാട്സപ്പ് കൂടെ ഷെയർ ചെയ്യാം. ആ ലിങ്ക് ഇവിടെ വന്ന് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. കണക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിലുള്ള സ്ക്രീന് അങ്ങനെ തന്നെ. ഇതിൽ നമ്മൾ എന്ത് നോക്കുന്നോ അതൊക്കെ അതിലും വരും. എന്ത് തുറക്കുന്നോ വാട്സപ്പോ എന്ത് തുറന്നാലും ഇതിലും വരും. അപ്പം ഇങ്ങനെ ഒരു ഫോണിലെ സ്ക്രീന് മറ്റൊരു സ്ക്രീനിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഇതിൻ്റെ സ്പീക്കറൊക്കെ ഇവിടുന്ന് ഓൺ ചെയ്യുക, കോള് കട്ട് ചെയ്യുക, മൈക്രോഫോൺ ഓൺ ചെയ്യുക, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആവശ്യത്തിന് നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. വീഡിയോ ഉപകാരമാണ് തോന്നിയിട്ടുണ്ട് ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.